സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുകയുണ്ടായി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16ാമത് ഫിലിം ഫെയർ അവാർഡ്, അതായത് തുടർച്ചയായിട്ട് 16 തവണ ഫിലിം ഫെയർ അവാർഡ് വാങ്ങാനായിട്ട് മമ്മൂക്ക എത്തിയ ഒരു വേദിയിലെ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയാം, അത് പറഞ്ഞപ്പോൾ എന്നേക്കാൾ ഉപരി ഒരുപാട് ആളുകൾ അത് കണ്ട് സന്തോഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്താണെന്ന് അറിയാവുന്ന, ആ മനുഷ്യന്റെ മനുഷ്യത്വവും സ്നേഹവും ഒക്കെ എന്താണെന്ന് അറിയാവുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു എന്ന് എനിക്ക് മനസ്സിലാവും. എന്നാൽ ആ ഒരു വാർത്ത വന്നപ്പോഴും ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെയും ഒരുപാട് ആളുകളുടെ മെഴുകലുകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ കുറേ അധികം മെഴുകലുകൾ ഞാൻ പലയിടങ്ങളിലും കണ്ടു. പലയിടങ്ങളിലും കണ്ട മെഴുകലുകൾ നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്കത് സമയത്ത് നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിന് താഴെ അതേ രീതിയിലൊരു മെഴുകൽ വന്നു. ആ മെഴുകലിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇതിനെ ഇരുന്ന് വാങ്ങുക എന്ന് പറയും. മോഹൻലാൽ ഭ്രമരം, സ്പിരിറ്റ്, പ്രണയം, ഒപ്പം പിന്നെയും ഏതൊക്കെയോ ഉണ്ട്. ഒന്നിനു പോലും അയാൾ ഇറക്കാൻ പോയിട്ടില്ല. ഇക്ക ഈ പ്രായത്തിലും ആടുജീവിതം, പൃഥ്വിക്ക്, ആസിഫ് ആൻഡ് അതർ 2 ബെസ്റ്റ് പെർഫോമൻസ് ഓൾസോ, ബേസിൽ, പൊന്മാൻ, ഇതൊക്കെ ഉള്ളപ്പോൾ ഇരന്ന് വാങ്ങി. ലാസ്റ്റ് ഊംഫിയ ഡയലോഗ് എനിക്ക് പ്രായം കൂടിയത് കൊണ്ടാവുമെന്ന് എല്ലാവരും ഊക്കും അറിഞ്ഞ് മുൻകൂർ ജാമ്യം. പ്രായം കൂടിയത് കൊണ്ടാകുമെന്ന് എല്ലാവരും മൂക്കുമെന്നറിഞ്ഞ് മുൻകൂർ ജാമ്യം. ഓക്കെ ഓക്കെ. ലോയർ ഇക്കാടാ PR ഇക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാളൊരു കമന്റ് ഇട്ടിരിക്കുന്നത്. അതിന് താഴെ വേറെ ആളൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതിലിട്ടിരിക്കുന്നത്: കഴിവുള്ളവർക്ക് മാത്രം കിട്ടുന്ന അവാർഡ് എങ്ങനെ നമുക്ക് മമ്മൂക്കയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സഹിക്കും മല്ലയ്യ. ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന അവാർഡായിരുന്നെങ്കിൽ മോഹൻലാലിന് 30 എണ്ണം വരെ കിട്ടിയേനെ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ കളിയാക്കിക്കൊണ്ട്, അല്ലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കളിയാക്കിക്കൊണ്ടും കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇനിയും മമ്മൂക്കയ്ക്കെതിരെ ഈ രീതിയിലുള്ള മെഴുകലുകളൊക്കെ നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാം, എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് കാണാമെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ചെയ്യുന്ന നല്ല പ്രവർത്തികളിലൊന്നുമല്ല ആളുകൾക്ക് താല്പര്യം. എങ്ങനെയെങ്കിലും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇല്ലാതെയാവുന്നത് കാണണം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഈ പറയുന്ന ആളുകളെല്ലാം തയ്യാറാണ്. ഏതാളുകളാണ്? മമ്മൂക്കയ്ക്കെതിരെ വിരോധാഭാസമായിട്ട് മമ്മൂക്കയെ കാണുന്നതേ വിരളി പിടിക്കുന്ന ആളുകൾ. അങ്ങനെ കാണുന്നത് ആ രീതിയിലാണ്. മമ്മൂക്ക എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും അതിനെ ഒന്നും വകവെക്കാതെ, മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ മമ്മൂട്ടിയാണോ, മതം മുസൽമാനാണോ, ജാതി ഇതാണോ, രാഷ്ട്രീയം ഇതാണോ, ഇങ്ങനെയൊക്കെ നോക്കി വിലയിരുത്തുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട്. അത് മറ്റെവിടെയുമല്ല, നമുക്കിടയിൽ തന്നെയുണ്ട്. മലയാള ഭാഷയിൽ ഇത്രയും അധികം, മലയാള സിനിമ ഇത്രയും അധികം വാനോളം ഉയർത്തിയ ഒരു മനുഷ്യൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല വേറെ ആൾ ഉണ്ടെന്നുള്ളത്. കാരണം അതിന് വേറൊരാൾ പകരക്കാരനില്ലാത്തൊരു നടൻ തന്നെയാണ് മമ്മൂക്ക. അത് ഏതൊക്കെ രീതിയിൽ മലയാള സിനിമയും മലയാളക്കരയും ഒക്കെ ഉയർത്തിക്കൊണ്ട് എവിടേക്ക് എത്തിക്കാൻ സാധിക്കുമോ ആ ലെവലുകളിലെല്ലാം മമ്മൂക്ക എത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറേ അധികം പോസ്റ്റുകളുണ്ട്. ഞാൻ ആ പോസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്നെല്ലാം യൂത്ത് സ്റ്റാർസ് ബെസ്റ്റ് ആക്ടർ വാങ്ങിയപ്പോൾ മോളിവുഡിൽ മാത്രം അതൊരു സീനിയർ ആക്ടർക്ക്. ചാത്തൻ്റെ വിശപ്പ് മാറിയിട്ടില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫോട്ടോ ഇക്ക ഫക്തൻസ് എന്ന് പറയുന്ന ഒരു പേജിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു പോസ്റ്റ്: ഒരൊറ്റ മേഖലയിൽ പോലും ഇങ്ങേർക്ക് മേലെ അവാർഡുള്ള ഒറ്റ ഒരുത്തൻ മലയാള സിനിമയിലില്ല, ഉറക്കെ വിളിച്ചോളൂ ഗോട്ട് മമ്മൂട്ടി. പിന്നെ വേറൊരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാഹുൽ ഭ്രമയുഗം എന്ന സിനിമയിലൂടെ മമ്മൂക്കയ്ക്ക് കൊടുത്തത് എക്കാലത്തെയും മികച്ച കഥാപാത്രം. തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ്, സ്റ്റേറ്റ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ്, ഓസ്കാർ അക്കാദമിയിൽ പ്രദർശനം. ഒരു ഫാൻ ബോയ്ക്കും ചെയ്യാൻ പറ്റാത്തത് പുള്ളി ഒറ്റ സിനിമ കൊണ്ട് A to Z കാണിച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. 200 കോടിയും 300 കോടിയും നേടിയ ഇൻഡസ്ട്രിയാണ് മോളിവുഡ്. പക്ഷേ ഇവരൊക്കെ മലയാളം ഇൻഡസ്ട്രിയെ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ മമ്മൂക്കയെ വെച്ചാണ്. അത് ആർക്കിട്ടുള്ള കൊട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഈ വീഡിയോ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അവാർഡ് വേദിയിൽ മമ്മൂക്ക ആസിഫിനെയും ബേസിലിനെയൊക്കെ പുറകിൽ നിർത്തിക്കൊണ്ട് മമ്മൂക്ക അവരുടെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് ആ ഒരു ട്രോഫി അവരുടെ കയ്യിലേക്ക് കൂടെ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടാണെന്ന് പറയുന്ന മമ്മൂക്കയെ ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ പേട്ടനോ അല്ലെങ്കിൽ പേട്ടൻ്റെ കൂടെയുള്ള ആളുകൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും സാധിക്കത്തില്ല. കാരണം ഇത് മമ്മൂക്കയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഗോട്ടെന്നും ഇദ്ദേഹത്തിനെ മലയാളത്തിൻ്റെ ഇതിഹാസമെന്നും മലയാളക്കരയുടെ സ്വപ്നമെന്നും മലയാളക്കരയുടെ എല്ലാം എന്നൊക്കെ നമ്മളെല്ലാവരും വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു മമ്മൂക്കയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കെട്ടി നോക്കിയിരിക്കാനായിട്ട് നമുക്ക് അത്ര കഴിവുകെട്ടവരല്ല നമ്മൾ കേരളത്തിലെ ജനങ്ങൾ. അതായത് ഇത്രയും അധികം നല്ല പ്രവർത്തികൾ ചെയ്ത് പണം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന പണം മതി, വേറെ ഒന്നും അയാൾ ചെയ്യേണ്ട ആവശ്യകതയില്ല. എന്നാൽ അതൊന്നും നോക്കാതെ തനിക്ക് കിട്ടുന്ന ഒരു ഓഹരിയിൽ നിന്ന്, അല്ല തനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് അതിൻ്റെ പാതി പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടിയും പകർന്നു നൽകുന്ന ഒരു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും എല്ലാം ഒരു നിറകുടം കൂടിയാണ് മമ്മൂക്ക. അങ്ങനെയുള്ളൊരു മമ്മൂക്കയാണ് ഇവന്മാർ ഈ അപരാധവും ഒക്കെ പറയുന്നത്. എടാ മക്കളെ, 16 ഫിലിം ഫെയർ അവാർഡ് തുടർച്ചയായിട്ട് വാങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല.
അത് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമാണ്. കാരണം മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിനെ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഭ്രാന്താണ് സിനിമ. ആ ഭ്രാന്തിന് പിന്നാലെ അദ്ദേഹം എന്തും ചെയ്യാനായിട്ട് അദ്ദേഹം ഓടും. അങ്ങനെ ഓടി അദ്ദേഹത്തിന് ചെന്ന് എത്തി നിൽക്കുന്ന അവാർഡുകളിലായിരിക്കും. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ല. പക്ഷേ മലയാള സിനിമയും മലയാളികളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. ആ ഒരു വലിയ കാര്യത്തിന് പ്രധാന നേതൃത്വം വഹിക്കുന്നത് അത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. അതറിയുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാതെ സന്തോഷമാണ്. പക്ഷേ ഇത് കാണുമ്പോഴും വിരളി പിടിക്കുന്ന ആളുകൾ ഇവന്മാരൊക്കെ ഏത് കൂട്ടത്തിൽ വരുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ചാണകസംഖികളാണോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാൻ സാധിക്കും. അടിമകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അടിമകളാണെന്ന് പറയാൻ സാധിക്കും. ഇനി തന്തയും തള്ളയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കണം ഈ രീതിയിൽ മമ്മൂക്കയെ മെഴുകാനായിട്ട്, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കെതിരെ വിരോധം പറയാനായിട്ട് വരുന്നത്. മമ്മൂക്ക എന്ത് ചെയ്താലും കുറ്റമാണ്. നല്ലത് ചെയ്താൽ കുറ്റമാണ്, മമ്മൂക്ക മോശം ചെയ്താൽ അതിനേക്കാളും വലിയ കുറ്റമാണ്. സിനിമയിൽ അഭിനയിച്ചാലോ അഭിനയം വിടരില്ല, മമ്മൂക്കയുടെ മുഖത്ത് അഭിനയമേ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം അങ്ങോട്ടിറങ്ങും, ഒരു PR ടീം അങ്ങോട്ടിറങ്ങും. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഏതൊക്കെ PR ടീം ഇറങ്ങിയാലും ഏതൊക്കെ വലിയ മുന്തിയ ടീം ഇറങ്ങിയാലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്ന തട്ട് എപ്പോഴും താണു തന്നെയാണ് ഇരിക്കുക. അതിനി ഏതൊക്കെ തുലാഭാരം നിങ്ങളുടെയൊക്കെ ലാലേട്ടനെ കൊണ്ട് നിർത്തിയാലോ, നിങ്ങളുടെയൊക്കെ മറ്റേതെങ്കിലും അന്യഭാഷയിലുള്ള നടന്മാരെ കൊണ്ട് നിർത്തിയാലോ അതിനൊന്നും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. എന്നും എക്കാലത്തും മമ്മൂക്കയുടെ പേരിലാണ് മലയാള സിനിമ അറിയപ്പെടുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ മമ്മൂക്കയ്ക്കെതിരെ വിരോധം പറയുന്ന ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് എന്തും പറയാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് കമന്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഇനിയും പറയാം. പക്ഷേ എന്തൊക്കെ അയാൾ ചെയ്യുന്നുണ്ടെന്നും അയാളിൽ കൂടി എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മെഴുകാൻ. അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. നമ്മൾ മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞാനടക്കമുള്ള, അല്ലെ എന്നെക്കാൾ അപ്പുറത്തേക്ക് സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നു വരില്ല. അത് സഹിക്കാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല, മമ്മൂക്ക ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചെയ്യാൻ വേറെ ആർക്കാണ് സാധിക്കുക? ആരെങ്കിലും ഒരാളെ നിങ്ങൾ കാണിച്ചു തരാമോ? വിജയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ശരി, വിജയ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉടായ്പകളും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മമ്മൂക്ക ചെയ്യുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ നേരെ പാതി പാവങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ഒരാൾ കരഞ്ഞുകൊണ്ട് മുന്നിൽ ചെന്നാലല്ല ചെയ്യുന്നത്. അദ്ദേഹം രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ പുണ്യപ്രവർത്തികൾ നടന്നു വരുന്നുണ്ട്. അത് നിർധനരായിട്ടുള്ള ആളുകൾ, ഒരു നേരം ചികിത്സയ്ക്കുള്ള വകയില്ലാത്ത ആളുകൾ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആര് ചെന്നാലും അവിടുന്ന് ചികിത്സാ സഹായവും അതേപോലെ തന്നെ ധനസഹായം കിട്ടും. 14 അല്ലെ 16 പദ്ധതികൾ രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു മമ്മൂക്ക, അങ്ങനെ മമ്മൂക്കയാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു മമ്മൂക്ക വാരിക്കോരി എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് സഹായം, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും ആയുസ്സോടുകൂടി ഇത്രയും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ മമ്മൂക്കയ്ക്ക് സാധിക്കുന്നത്. ഇനിയും എന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം. നമുക്കെന്നും എക്കാലത്തും നമ്മളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂക്കയെ അതേ രീതിയിൽ ഒരു പടി പോലും കുറയാതെ, ഒരു പൊടി പോലും കുറവ് വരാതെ കാണാൻ സാധിക്കട്ടെ. അതിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ മെഴുകുന്നവന്മാരുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. നീയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോ, പക്ഷേ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന, നല്ല രീതിയിൽ മറ്റുള്ളവരും ജീവിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ പറ്റി പറയുമ്പോൾ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ലടാ മക്കളെ. ഓക്കെ, ബൈ.